മധ്യവേനലവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ വീണ്ടും ഉണർന്നു. കളികൾക്കും ആഘോഷങ്ങൾക്കും വിനോദസഞ്ചാരങ്ങൾക്കുമൊക്കെ അവധി നൽകി കുട്ടിക്കൂട്ടങ്ങൾ പഠനശാലയിലെത്തി. വിദ്യാലയങ്ങളുടെ ചക്രവാളങ്ങൾ നീണ്ട 2 മാസത്തെ ശൂന്യതയും നിശ്ചലതയും മാറ്റി ശബ്ദമുഖരിതമായി. സ്കൂൾ ആരംഭ ദിനത്തിൽ പതിവ് പോലെ മഴ പെയ്തില്ല. കുട നനയ്ക്കാൻ കഴിയാത്തതിന്റെ നിരാശയോടെയാണ് കൊച്ചുകൂട്ടുകാർ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് യാത്രയായത്. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂൾ വിപണിയിലെ വമ്പിച്ച വിലവർദ്ധനവ് സാധാരണക്കാരായ രക്ഷിതാക്കളെ ഏറെ ആശങ്കപ്പെടുത്തിയിരുന്നു. ചേച്ചിയെയും ചേട്ടനെയും സ്കൂളിലെത്തിക്കാൻ അച്ഛനമ്മമാരുടെ ഒക്കത്തിരുന്ന് സ്കൂളിലെത്തിയ കൊച്ചുകുഞ്ഞുങ്ങളെയും പ്രവേശനോത്സവ ദിനത്തിൽ കാണാൻ കഴിഞ്ഞു. പുതിയ പാഠങ്ങളിലേക്കും പഠനങ്ങളിലേക്കും വാതിൽ തുറന്നുകൊണ്ടാണ് അധ്യയന വർഷത്തിന് തുടക്കമായിരിക്കുന്നത്. പുത്തൻകോടി അണിഞ്ഞ് നിറഞ്ഞ പുതുമയോടെ നിറഞ്ഞ പ്രതീക്ഷയോടെ കൊച്ചുകൂട്ടുകാർ വിദ്യാലയങ്ങളിലെത്തി പഠനം ആരംഭിച്ചു. അധ്യയന വർഷത്തിന്റെ ആരംഭ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും സ്കൂളുകളിൽ എത്തിയിരുന്നു. വിവിധ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവം വിജയമാക്കുന്നതിന് അധ്യാപകരും പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷനും വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. ചില സ്കൂളുകളിൽ കൊച്ചുകൂട്ടുകാരെ ആകർഷിക്കുന്നതിനായി പ്രവേശനോത്സവം മധുരം നൽകിയും താളമേളങ്ങൾ ഒരുക്കിയും സ്കൂൾ അധികൃതർ ആഘോഷമാക്കിയിരുന്നു. ക്ലാസ് മുറികളിൽ ബഹുവർണ്ണ ചിത്രങ്ങളും ഇഷ്ടകഥാപാത്രങ്ങളായ കാർട്ടൂൺ ചിത്രങ്ങളുമെല്ലാം വരച്ച് ആകർഷകമാക്കിയിരുന്നു. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ആഹ്ലാദകരവും ആനന്ദകരവും സമാധാനപരവുമായ ഒരു അധ്യയന വർഷം ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.